എപ്പോൾ ചിക്കൻ മേടിച്ചാലും ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാനല്ലേ നമുക്കിഷ്ടം. അപ്പോൾ ഇന്നിതൊരു വെറൈറ്റി ചിക്കൻ റെസിപ്പി. ആദ്യം തലേ ദിവസം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതാ സെയിം പാനിലേക്ക് തന്നെ പട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നല്ല നൈസാക്കിയിട്ടോ അല്ലെങ്കിൽ ചെറുതാക്കിയിട്ടോ അരിഞ്ഞതായിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. സവോള ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പെരിഞ്ചീരകം കുരുമുളകും കൂടി പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴറ്റി നമുക്കിതൊരു പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ പച്ചമണം പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് വഴറ്റി നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ഗ്രേവി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ആ നേരത്തെ ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പണി അവസാനിപ്പിക്കാം. അപ്പോൾ നല്ല വെറൈറ്റി ചിക്കനാണ്.